ഹായ്, എല്ലാവർക്കും നമസ്കാരം. സുഖമില്ലായിരിക്കുകയാണ്, പനിയൊക്കെയാണ്. അതുകൊണ്ട് സൗണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഞങ്ങൾ ഈയിടെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. അത് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചാണ്. കോട്ടയം കോടിമതയിലുള്ള കാർഗീൻ എന്നാണ് ഈ റെസ്റ്റോറൻറ്റ് പേര്. എല്ലാ തരം ഫുഡുകളും ഉണ്ട്. നല്ല കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട്. അടിപൊളി ഫുഡാണ്. എല്ലാവരും സമയം കിട്ടുമ്പോൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് നോക്കുക. അതിനേക്കാൾ ഉപരി നമുക്ക് അവിടുത്തെ അറ്റ്മോസ്ഫിയറാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. നല്ല രസമാണ്. നമ്മൾ ആദ്യം അങ്ങോട്ടകത്തേക്കൊന്ന് കയറിപ്പോയാൽ നോക്കാം. കാർ പാർക്ക് ചെയ്ത് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. നമുക്ക് പതുക്കെ നടന്ന് എൻട്രൻസിലേക്ക് പോകാം. നല്ല രസമുള്ള ഒരു പ്രത്യേക രീതിയിൽ ചെയ്തിരിക്കുന്ന നല്ലൊരു അടിപൊളി റെസ്റ്റോറൻ്റാണ്. ഫുഡും നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. കുറച്ച് ദിവസമായി ലോങ് വീഡിയോ ഇടാതായിട്ട് സുഖമില്ലാത്തത് കൊണ്ടായിരുന്നു. നമുക്ക് കയറി ചെല്ലുമ്പോൾ നല്ലൊരു പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ചെടികൾ, നല്ല പച്ചപ്പും ഒക്കെ ആയിട്ട് നല്ല ഒരു എന്താ പറയുക, നല്ല ചൂടൊന്നുമില്ലാതെ നല്ല കൂളിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് അകത്ത് പോയിരുന്ന് AC റെസ്റ്റോറൻറ്റും ഉണ്ട്, അല്ലാതെ നമുക്ക് ഓപ്പൺ റെസ്റ്റോറൻ്റ് ഉണ്ട്. നമ്മുടെ ഇഷ്ടത്തിന് എവിടെ വേണമെങ്കിലും ഇരുന്ന് കഴിക്കാം. ഇഷ്ടം പോലെ സെർവ് ചെയ്യാനായിട്ടുള്ള സ്റ്റാഫ് കാര്യങ്ങൾ എല്ലാവിധ ഐറ്റം ഉണ്ട് ഇവിടെ. അപ്പം നമ്മൾ നടന്നൊന്ന് കാഴ്ചയിലേക്ക് പോയേക്കാം. ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ഞങ്ങൾ ഉച്ച സമയത്താണ് പോയത്. ഒട്ടും ചൂടില്ല, നല്ല കാറ്റുണ്ട്, വെളിച്ചമുണ്ട്. പിന്നെ നമുക്ക് ഈവനിങ് ടൈമിലാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ട് വിട്ടു തരാൻ പറഞ്ഞാൽ പാട്ടിട്ട് ആ സ്റ്റേജിൽ പാട്ടൊക്കെ പാടി അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം. അത് AC റെസ്റ്റോറൻ്റാണ് കാണിക്കുന്നത്. എല്ലാം പണ്ടത്തെ പനയോല കൊണ്ട് ചെയ്തിരിക്കുന്ന ഹട്ടുകൾ പോലെ ചെയ്തിട്ടുണ്ട്. നല്ല ഒരു കണ്ടില്ലേ, അതുപോലെ 100-300 വർഷം പഴക്കമുള്ള ഒരു മരമുണ്ട്. കണ്ടല്ലോ, ചെറിയ ചെറിയ ഹട്ടുകൾ പോലെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പനയോലയാണ് ചെയ്തിരിക്കുന്നത്. മരത്തിൻ്റെ അടിയിൽ നമുക്കൊരു ബുദ്ധനെ വെച്ചിട്ടുണ്ട്. ഒത്തിരി പഴക്കമുള്ള മരമായെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് പ്രത്യേകമായിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. നോക്കിക്കേ, എത്രയോ വലിയ മരമാണെന്നറിയാമോ. നല്ല തണലുമുണ്ട്, നല്ല കാറ്റ്, നല്ല ഭക്ഷണം. നമുക്ക് ഫ്രീ ടൈമിൽ വന്നിരുന്ന് എൻജോയ് ചെയ്യാവുന്ന, പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ഏരിയ എല്ലാം ഉണ്ട്. അതുകൊണ്ട് കുട്ടികൾക്കും വന്നാൽ ഇഷ്ടപ്പെടും. ഈ മരത്തിൻ്റെ അടിയിലൊക്കെ കാറ്റും കൊണ്ടിരിക്കാൻ നല്ല രസമാണ്. അത് ഈവനിങ് ടൈമിൽ വന്നാൽ ഒന്നുകൂടെ നന്നായിരിക്കും. മരത്തിൽ നിറയെ മണി പ്ലാന്റ് എല്ലാം കയറി പോകുന്നുണ്ട്. നമ്മുടെ ബുദ്ധനെ അങ്ങനെ വെച്ചിരിക്കുന്ന അതും ഒരു പ്രത്യേകത ആണ്. കുറേ ചെയറൊക്കെ നമുക്ക് മ്യൂസിക് കേട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ചെയറെല്ലാം ഇട്ട് വെച്ചിരിക്കുന്നത്. ഈവനിങ് ആണ്. ഞങ്ങളപ്പം ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡൊക്കെ വന്നു. നല്ല മീൻകറി, റൈസ്, നാടൻ റൈസ് ഉണ്ട്. നമുക്ക് ഏത് വേണോ ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. മോന് നല്ലൊരു ഊണ് പറഞ്ഞു, നല്ല അടിപൊളി മീൻകറിയൊക്കെ പറഞ്ഞു. അങ്ങനെ നല്ല എരിവൊക്കെ ഉള്ള, കണ്ടിട്ട് നല്ല അടിപൊളിയാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഗീ റൈസും ബട്ടർ ചിക്കനും പറഞ്ഞു. അവരൊക്കെ പിടി പറഞ്ഞു. മോള് അനിയത്തിയുടെ മോളാണ്. അവൾ നൂഡിൽസാണ് പറഞ്ഞത്. അനിയൻ പാൽ കപ്പ പറഞ്ഞു. പിന്നെ കട്ട്ലൈറ്റ്, അങ്ങനെ കുറേ ഐറ്റങ്ങളെല്ലാം ഞങ്ങൾ ഓർഡർ ചെയ്തു. എല്ലാം സൂപ്പർ ടേസ്റ്റിയാണ്. പിന്നെ ഓപ്പൺ റെസ്റ്റോറൻറ്റ് സൈഡിലായിട്ട് കുറച്ച് മീൻ അങ്ങനെയൊക്കെ വളർത്തുന്ന ചെറിയ ചെറിയ ഇതുണ്ട്. കണ്ട, വെള്ളമൊക്കെ ഇട്ട് നല്ല കുറച്ച് മീനുണ്ട്. അതിൽ കൂടി പോകുന്നത് കാണാം. നല്ല രസമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ വന്നിരുന്ന് കഴിക്കാനും ഒക്കെ ഇഷ്ടപ്പെടും. ബോറടിക്കത്തില്ല. ഓക്കെ, നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വരാം. താങ്ക് യു.